കേരളത്തിൽ 10,000-കണക്കിന് നിക്ഷേപകരെ കേന്ദ്രീകരിച്ച് 1,200-ലധികം കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മോറിസ് കോയിൻ ക്രിപ്റ്റോ കറൻസി കേസിൽ നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ലോങ് ബ്രിഡ്ജ് ഗ്ലോബൽ, മോറിസ് കോയിൻ, ഇൻഫോടെക് തുടങ്ങിയ വ്യാജ കമ്പനികളുടെ പേരിൽ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട മുഖ്യപ്രതി മലപ്പുറം സ്വദേശി നിഷാദ് കിളയൊടുക്കിനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ഒടുവിൽ വലയിലാക്കിയത്. വിദേശത്തേക്ക് കടന്ന പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കെയാണ് കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ED ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെയും ക്രിപ്റ്റോ കറൻസി വിപണിയുടെയും മറപിടിച്ചാണ് പ്രതികൾ ഈ വൻ സാമ്പത്തിക കൊള്ളയ്ക്കുള്ള കെണിയൊരുക്കിയത്. മോറിസ് കോയിൻ എന്ന പേരിൽ സ്വന്തമായി ഒരു ക്രിപ്റ്റോ കറൻസി പുറത്തിറക്കുന്നുണ്ടെന്നും ഇതിൽ നിക്ഷേപിച്ചാൽ പ്രതിദിനം ഉയർന്ന ലാഭവിഹിതം നൽകാമെന്നും വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകാർ ആളുകളെ ആകർഷിച്ചത്. 15,000 രൂപ നിക്ഷേപിക്കുന്നവർക്ക് പ്രതിദിനം 250 രൂപ വെച്ച് 270 ദിവസത്തേക്ക് തരാമെന്നായിരുന്നു പ്രധാന വാഗ്ദാനം. പ്രാരംഭഘട്ടത്തിൽ ചിലർക്ക് പണം തിരികെ നൽകി വിശ്വാസ്യത നേടിയെടുക്കുകയും തുടർന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിൽ കൂടുതൽ നിക്ഷേപകരെ ശൃംഖലയിലേക്ക് എത്തിക്കുകയുമായിരുന്നു ഇവരുടെ പ്രവർത്തന ശൈലി. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചതിനു ശേഷം വെബ്സൈറ്റുകൾ പൂട്ടുകയും വാഗ്ദാനം ചെയ്ത ഈ വാലറ്റ് തുകകൾ പിൻവലിക്കാൻ കഴിയാത്ത വിധം നിക്ഷേപകരെ വഞ്ചിക്കുകയുമാണ് പ്രതികൾ ചെയ്തതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഈ തട്ടിപ്പ് സാധാരണയായ ജനങ്ങളുടെ സമ്പാദ്യത്തെയും ഒപ്പം സംസ്ഥാനത്തെ സാമ്പത്തിക സുരക്ഷിതത്വത്തെയും വളരെ ദോഷകരമായാണ് ബാധിച്ചത്. പ്രവാസികൾ, വീട്ടമ്മമാർ, വിരമിച്ച ഉദ്യോഗസ്ഥർ എന്നിവരടക്കം തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ഈ വ്യാജ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുകയുണ്ടായി. സമാഹരിച്ച കോടിക്കണക്കിന് രൂപ പ്രതികൾ മറ്റ് ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്കും വിദേശത്തുള്ള ആഡംബര സ്വത്തുക്കളിലേക്കും കള്ളപ്പണമായി വെളുപ്പിച്ചു കടത്തിയെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനകം തന്നെ പ്രതികളുടെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും ED കണ്ടുകെട്ടി കഴിഞ്ഞു. നിലവിൽ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേന്ദ്ര ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിലവിലുള്ള നിരവധി വഞ്ചന കേസുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അടിയന്തര നിയമ നടപടി. ഇത്തരം ഹൈടെക് സാമ്പത്തിക തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. റിസർവ് ബാങ്കിന്റെയോ സെബിയുടെയോ യാതൊരു അംഗീകാരവുമില്ലാത്ത അമിത ലാഭം വാഗ്ദാനം ചെയ്യുന്ന ഇത്തരം ഡിജിറ്റൽ നിക്ഷേപ പദ്ധതികളെ പൂർണ്ണമായും ബഹിഷ്കരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വഞ്ചന ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സൈബർ സെല്ലിലോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ വിവരമറിയിക്കാൻ മടിക്കരുത്. ഡിജിറ്റൽ യുഗത്തിലെ ഇത്തരം അത്യാധുനിക സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടിലേക്കുള്ള സമ്പാദ്യം നഷ്ടപ്പെടാതിരിക്കാൻ അനിവാര്യമാണ്. ഈ വലിയ ക്രിപ്റ്റോ മാഫിയയുടെ കെണികളെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാനും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സുരക്ഷിതമാക്കാനും ഈ പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും കണ്ട് മറ്റുള്ളവരിലേക്ക് അടിയന്തരമായി ഷെയർ ചെയ്യുക.